ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള ഫ്രൂട്ട്സ് പ്ലക്കിംഗ് ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ വിളവെടുപ്പ്. ഓക്കെ, ഇന്ന് ഞാൻ ചെറിയാണ് പറിക്കാൻ പോകുന്നത്. നല്ല റെഡ് കളറിലുള്ള ഒരു ചെറിയാണ്. ബാക്കിൽ നിന്ന് വെട്ടടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇത്തിരി പറിക്കാൻ പാടൊന്നുമില്ല കേട്ടോ. എളുപ്പത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. നമുക്കിത് തിന്ന് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ അതിൻ്റെ കറയൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ തോട് തുപ്പിക്കളയണം. അല്ലാതെ നല്ല ചുമപ്പ് കളറിൽ ഇങ്ങനെ ലിബാം പോലെയൊക്കെ കണ്ടാവും. അതിൻ്റെ ചുണ്ട് ചുമന്നത് അതേ കണക്ക് നല്ല പുളിപ്പുള്ളൊരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ പച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് പഴുക്കമുള്ളതാണ്. എന്നാലും നമുക്ക് ഇതും പറിക്കാം ഗൈസ്. ഇതിങ്ങ് താഴെ ആയതുകൊണ്ട് അത് പഴുത്ത് പോവേ ഉള്ളൂ. എന്നാലും കണ്ട ഡിഫറൻസ്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ പച്ചയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പച്ച എല്ലാം നല്ലതല്ല, പക്ഷെ പഴുത്ത് വരുമ്പോൾ കൂടെ നല്ല ടേസ്റ്റ്. എനിക്ക് നല്ല ചുമന്ന കളറായിട്ട് വരുന്നു. അങ്ങനെ കഴിച്ച് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാൻ പോണത്, നമ്മളെപ്പോഴും പഴമയിലോട്ട് കൊണ്ടുപോകുന്നതാണ്ട് ഈ ചുമന്ന ഈ തുടുത്ത ഇതാണ്. നല്ല രസമാണ്. നമ്മൾ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കയ്യിലിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട്. കൂട്ടുകാരെ പറ്റിക്കാറുണ്ട്. അതിനിത് നല്ല സാധനമാണ്. ഇവിടെ കുറേ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് നിൽപ്പുണ്ട്. ഇതിനിങ്ങനെ എറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അയ്യോ, ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നോക്ക്, നല്ല ചുമന്ന നല്ല തുടുത്ത കായാണ്. ഇതിങ്ങനെ എറിഞ്ഞ് കൂട്ടുകാരെ കളിക്കുകയാണ്. നല്ല രസമാണ്. ഇതിൻ്റെ പച്ച ഇങ്ങനെ ഇരിക്കും. ഇതിനെ പൂക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. നല്ല ഭംഗിയാണ്. ഇവിടെ ചുറ്റുപാട് നിങ്ങൾ കാണിച്ചു തരാം. മുഴുവൻ കാട് പിടിച്ച് കിടക്കുവാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ പരിസരം. എൻ്റെ മിക്ക സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഇവിടെ മുഴുവൻ കാട് പിടിച്ചിരിപ്പുണ്ട്. ഇവിടെ ഒരു വലിയ പുളിമരമുണ്ട്. അത് കാണിക്കാൻ പറ്റത്തില്ല. വലിയ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് പുളിമരത്തിൻ്റെ കുറേ ശിഖരങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വൈബും കുറച്ച് കൊതുകടിയൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് ഗൈസ് എൻ്റെ പണ്ടത്തെ കോഴിക്കൂടായിരുന്നു. ഇപ്പം ഇത് വിറക് കൊണ്ട് ഇതൊരു വിറക് കൂടായിട്ടുണ്ട്. പണ്ട് ഞാനിവിടെ കോഴി വളർത്തുമായിരുന്നു, റാബിറ്റ് വളർത്തുമായിരുന്നു, എല്ലാം വളർത്തുമായിരുന്നു. ഇതിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ നമുക്കൊരു സുന്ദര കുട്ടപ്പൻ നമുക്കൊരു ഇതിനെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? അട്ടയെ കിട്ടിയിട്ടുണ്ട്. നാട്ടിൻ പ്രദേശം കാട്ടിൻ്റെ ഇടയിലൊക്കെ ഇത് എപ്പോഴും കാണുന്നൊരു ഇതാണ് അട്ട. അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ പാക്കാണ് ഗൈസ്. ഇതൊരു പാക്കിൻ്റെ ഒരു കുഞ്ഞു പാക്കാണ്, മിനി വേർഷനാണ്. അതിൻ്റെ കുറേ പച്ചയും കുറച്ച് പഴുത്തതും ആയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല രസമാണ്. ഇതിങ്ങനെ പിടിച്ച് കിടക്കുന്നത് കാണാം. ഇത് പറിക്കുമ്പോഴത്തേക്ക് ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്നൊക്കെ പറയാം. ഞാൻ ഒരു പ്രാവശ്യം ഇത് കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണെന്ന് പറഞ്ഞു. അവർ കടിച്ച് ഇത് തുപ്പിക്കളഞ്ഞിട്ടുണ്ട്. അത്രയും ഫണ്ണായിട്ട് ഞാൻ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല രസമാണ്. ഇത് വെച്ച് കളിക്കാനൊക്കെ നല്ല രസമാണ്. നിങ്ങളെ വീട്ടിൽ ഇത് ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു ഞാൻ ഇതെന്തുവാ പറയുന്നത്, പിറക് ഭാഗത്തായിട്ട് ഒരു പേരയ്ക്ക ഇങ്ങനെ കായ്ച്ചിപ്പുണ്ട്. കുറേയൊക്കെ ഈ മരത്തിൽ കായ്ച്ചിപ്പുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുഞ്ഞു പേരയ്ക്ക. അതിങ്ങനെ ഈ പ്ലാവ് ഈ പേരയ്ക്ക മരം നിറച്ചിങ്ങനെ ഓരോന്നിങ്ങനെ കുനുകുനാ കായ്ച്ച് നിൽപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ ഇത് എന്തിനാ പറയുന്നത്, എനിക്കൊരു ഇതില്ല. ഈ പേരയ്ക്ക നിറച്ച് പുഴുവാണ്. ഇങ്ങനെ കുഞ്ഞു പുഴുവാണ്, നമുക്ക് കാണാൻ പറ്റാത്ത. അതുകൊണ്ട് ഒരു ഇതേ ഉള്ളൂ ഇത് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ പഴുക്കുന്നതിന് മുമ്പേ തന്നെ അണ്ണാന്മാരും ഓരോ അതിഥികൾ വന്ന് ഇതിനെ പറിച്ച് തിന്നിട്ട് പോവുകയാണ് ഗൈസ്. ഇത് മഞ്ഞളാണ്. നമുക്ക് ഈ മഞ്ഞളിൽ ഇങ്ങനെ പുഴുത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. പുഴുവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാച്ചിലായിരുന്നു മഞ്ഞൾ. ഒരു കുഞ്ഞിത് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ഞാൻ പുഴുതു നോക്കിയത് കൊണ്ടാണ്. നമുക്ക് തിരിച്ചാരും കാണാതെ ഇതിനെ തന്നെ ഇങ്ങനെ വെക്കാം ഗൈസ്, കുടിച്ച്. അങ്ങനെ ഇരുന്നോട്ടെ, ആരും കാണണ്ട. ഇവിടെ കുറച്ചിങ്ങനെ നിൽപ്പുണ്ട്. അതിനൊന്നുമില്ല. നോക്ക്, ഇത് പുളിഞ്ചിക്ക മരമാണ്.
ഇവിടെ ഇന്ന് അമ്മ ഇങ്ങനെ വൃത്തിയാക്കിയപ്പോഴത്തേക്ക് പുളിഞ്ചിക്കൊന്നും കാച്ചിട്ടുണ്ടായിരുന്നില്ല. ആണ്ടേ ഒരു ചെറിയൊരു കഷ്ണം കൊണ്ടേ ഉള്ളൂ. ഇതാണ് പുളിഞ്ചിക്കയുടെ പൂവ്. നിറയെ കാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മുഴുവൻ പോകുന്നത്. ഇത് മുഴുവൻ ഇപ്പോൾ പോയിട്ടുണ്ട്. അമ്മ ഇതിനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ പുതിനയിലയാണ് ഗൈസ്. നല്ല മണമാണ് ഇത് മണപ്പിക്കുമ്പോഴത്തേക്ക്. ഞാൻ ഒരെണ്ണം പിച്ചി എടുത്തിട്ടുണ്ട്. നമുക്കിത് മണപ്പിച്ച് നോക്കാം. നല്ല മണമുണ്ട്. ഹായ്, നല്ല മണമാണ് ഇതിന്. ഇതെൻ്റെ അമ്മാമേരേന്ന് തുപ്പൂല് ഇത്ര ഒരു കഷ്ണം കൊണ്ട് വെച്ചിരുന്നതാണ് ഇത് മുഴുവൻ ഗ്രോ ബാഗ് നിറച്ച് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ തുളസിയിലുണ്ട്. തുളസിയില എവിടെ നോക്കിയാലും തുളസിയിലാണുള്ളത്. പിന്നെ ഇത് ബിരിയാണിയിലും കടലക്കറിയിലും ഒക്കെ ഇടുന്ന ഒരു തരം ഇലയാണിത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഞാൻ പിന്നീട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഗൈസ്, എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. ബൈ.